മലപ്പുറത്തെ ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ SNDP നേതൃത്വത്തിനെതിരായി, പ്രത്യേകിച്ചും ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരായി മുസ്ലിം ലീഗും മറ്റ് മുസ്ലിം വർഗീയ സംഘടനകളും നടത്തുന്ന ആക്രമണങ്ങൾ ജനാധിപത്യപരമായി അതിന് മറുപടി പറയുന്നതിന് പകരം വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള ആക്രമണമാണ് വർഗീയ ശക്തികൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരാമർശങ്ങളെല്ലാം അങ്ങേയറ്റം അപലപനീയമാണ്. മ്ലേച്ഛമായ പരാമർശങ്ങളാണ് ലീഗ് നേതാക്കളും PFI പോലുള്ള സംഘടനകളുടെ നേതാക്കന്മാരും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് ഇ ടി മുഹമ്മദ് ബഷീറും വളരെ പ്രകോപനപരമായ ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ പോലും അവർ ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പേര് പരാമർശിക്കാൻ പോലുള്ള യോഗ്യത മുസ്ലിം ലീഗിനില്ല. തികഞ്ഞ വർഗീയ ചിന്താഗതിയാണ് മുസ്ലിം ലീഗിനുള്ളത്. മലപ്പുറത്ത് തികഞ്ഞ ഫാസിസ്റ്റ് നിലപാടാണ് പല കാര്യങ്ങളിലും മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്. മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് ആചാര്യൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിന് പോലും എതിരായിട്ടുള്ള പാർട്ടി മുസ്ലിം ലീഗ് ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകൾ ഉച്ചരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് വേവലാതിപ്പെടുകയാണ്. ഒരർഹതയും മുസ്ലിം ലീഗിന് ആ കാര്യത്തിലില്ല. മുസ്ലിം ലീഗ് തികഞ്ഞ വർഗീയ പാർട്ടിയാണ്. മഹാഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെല്ലാം മറ്റെല്ലാവരെയും മാറ്റി നിർത്തുന്ന സമീപനമാണ് മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്. മുസ്ലിം ലീഗിലെ മന്ത്രിമാർ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് കേരളത്തിലെല്ലായിടത്തും മറ്റ് സമുദായ സംഘടനകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുകയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പും വ്യവസായ വകുപ്പും സ്ഥാപിത താല്പര്യത്തോടുകൂടി ഒരു സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്ക് നോക്കിയാൽ വളരെ വ്യക്തമാണത്. എല്ലാം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് സർക്കാർ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചത്. എന്തായാലും ശ്രീ VS അച്യുതാനന്ദൻ 20 കൊല്ലം മുമ്പ് പറഞ്ഞതൊന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടില്ല. കാതലായ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് മതപരമായ സംവരണവും അവർക്ക് വേണം, OBC സംവരണവും അവർക്ക് വേണം എന്നുള്ളതാണ്. അത് ഒരു ശരിയായ സമീപനമല്ല. OBC ജനവിഭാഗങ്ങൾക്ക് കിട്ടേണ്ട സംവരണ ആനുകൂല്യത്തിൽ വലിയൊരു വിഭാഗം അപഹരിക്കപ്പെടുന്നു എന്നുള്ള ആക്ഷേപം ചെറിയ ആക്ഷേപമല്ല. കേരളത്തിൽ വിശദമായ ചർച്ച നടത്തേണ്ട ആക്ഷേപമാണ്. വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും കഴിഞ്ഞ ദിവസം BJP അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഓർമ്മിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണിത്. മതപരമായ സംവരണം അനർഹമായി നേടുന്നവർ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ കിട്ടുന്ന സംവരണത്തിൽ കൈകടത്തരുത്.